ഒന്നുകിൽ വിശ്വാസത്തിലെടുക്കുക, അല്ലെങ്കിൽ അവരെ തൽസ്ഥാനത്ത് മാറ്റി യോഗ്യരായവരെ കണ്ടെത്തി അവരെ കൂടെ കൊണ്ടുപോവുകയാണെങ്കിൽ മുരളീധരൻ വിചാരിച്ചാൽ വളരെ നല്ലൊരു മന്ത്രിയായി ഒരു ഇമേജ് ഉണ്ടാക്കാൻ കഴിയുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഒരു വകുപ്പിന് ഇത്രയേറെ ജനശത്രുത വാങ്ങിയിട്ടുള്ളൊരു വകുപ്പ് ആരോഗ്യ വകുപ്പ് പോലെ ഇല്ല. ബാക്കിയാണ് വിദ്യാഭ്യാസ വകുപ്പും ഒട്ടും മോശമല്ല. വിദ്യാഭ്യാസ വകുപ്പും ആകെ കുത്തഴിഞ്ഞൊരു പുസ്തകം പോലെ. അബദ്ധം പറ്റി, അത് തെറ്റേറ്റ് പറഞ്ഞാൽ ജനങ്ങൾ ക്ഷമിക്കും. അതിനുള്ള പക്വതയൊക്കെ കേരളത്തിലെ വോട്ടർമാർക്കുണ്ട്. ബട്ട് ദേ കനോട്ട് ബി ടേക്കൺ ഫോർ ഗ്രാൻഡഡ്. അത് ഇനിയും ബോധ്യമാകാത്തത് ഇടതുമുന്നണി മാത്രമാണ്. ആ ഒരു സ്ഥിതി നിയമസഭയിൽ ഉണ്ടാകരുത്. പണ്ടുണ്ടായ കാര്യമൊക്കെ അറിയാമല്ലോ, പറയാതിരിക്കാത്തത്. അതെല്ലാം പിന്നീട് മന്ത്രിമാരായി, അവരുടെ കാലാവധി കഴിഞ്ഞു, ജനങ്ങൾ തന്നെ അവരെ തള്ളി. എന്നാലെങ്കിലും പാഠം പഠിക്കുന്നില്ല എന്ന് വന്നാൽ എന്ത് ചെയ്യാൻ പറ്റും? ഒരു സർക്കാരിനെ വിലയിരുത്തുമ്പോൾ ആ സർക്കാർ മികച്ചതാണോ എന്നറിയാൻ ഇപ്പൊ മുഖ്യമന്ത്രി അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ് ഇത് രണ്ടെണ്ണം നമ്മൾ മാറ്റി നിർത്തിയാൽ പിന്നെ അറിയാൻ കഴിയുന്നത് ആരോഗ്യ വകുപ്പിന്റെ ദിശ എങ്ങനെയാണ്. ആരോഗ്യ വകുപ്പ് വലിയ പരാതികളൊന്നും ഇല്ലാതെ പോവുകയാണെങ്കിൽ ആ സർക്കാർ ഒരു പരിധി വരെ വിജയമാണെന്ന് പറയാം. കഴിഞ്ഞ 10 വർഷം, പ്രത്യേകിച്ച് 2ാം പിണറായി സർക്കാരിന്റെ കാലത്ത് ആരോഗ്യ വകുപ്പ് മന്ത്രിക്കെതിരെ വന്ന ആരോപണങ്ങൾ, ആരോഗ്യ രംഗത്ത് നിന്ന്, ആരോഗ്യ മേഖലയിൽ നിന്ന് ഡോക്ടർമാരടക്കം പറഞ്ഞ പരാതികൾ കേരളം കേട്ടതാണ്. കത്രിക വയറ്റിൽ നിന്ന് കിട്ടുമ്പോൾ പോലും ഡോക്ടർമാർ കൂളായി പറഞ്ഞത് വയറ്റിൽ കത്രിക ഇരുന്നു എന്ന് വെച്ച് യാതൊരു പ്രശ്നവും ഉണ്ടാകുന്നില്ല എന്ന്, അല്ലെങ്കിൽ യാതൊരു കുഴപ്പവുമില്ല എന്ന് അത്രയും അപക്വമായിട്ടുള്ള മറുപടി പറഞ്ഞ സംസ്ഥാനമാണ്. ആ സംസ്ഥാനത്തിന്റെ ആരോഗ്യ വകുപ്പ് മന്ത്രിസ്ഥാനം എനിക്ക് വേണമെന്ന് കെ മുരളീധരൻ ആവശ്യപ്പെട്ടു. ഞാൻ മനസ്സിലാക്കുന്നത് വെച്ച് ഏറ്റവും നന്നായി മുരളീധരൻ അത് കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ ഈ സർക്കാരിലെ ജനങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ജനപ്രതിനിധി അല്ലെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട മന്ത്രി കെ മുരളീധരൻ ആയിരിക്കില്ലേ? തീർച്ചയായിട്ടും മുരളീധരൻ അതിനുള്ള കഴിവുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ ഈ പറഞ്ഞ മാതിരി ഇതൊക്കെ കുറച്ച് ആവേശം കൂടി പോകുന്നുണ്ടോ എന്ന് സംശയമുണ്ട്. ഈ പക്വത മാത്രം പോരല്ലോ കാര്യങ്ങൾ. പിന്നെ ഇവർക്കെല്ലാം തന്നെ പറ്റിയ പേഴ്സണൽ സ്റ്റാഫ് ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. കാരണം പേഴ്സണൽ സ്റ്റാഫാണ് വാസ്തവത്തിൽ ഒരു മന്ത്രിയുടെ അല്ലെങ്കിൽ ഒരു മന്ത്രിസഭയുടെ ശരിയായ ഒരു കാഴ്ചപ്പാടിന് അനുകൂലമായി ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കാൻ കഴിയുന്ന പേഴ്സണൽ സ്റ്റാഫ് വളരെ പ്രധാനപ്പെട്ട റോളാണ് വഹിക്കുന്നത്. ഇന്ന് പിന്നെ പഴയ ചീഫ് സെക്രട്ടറി ആയിരുന്ന ജിജി തോമസിൻ്റെ ഒരു ലേഖനം ഹിന്ദുവിൽ വന്നത്, ഞാനത് മുഴുവൻ വായിച്ചില്ല. അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, പേഴ്സണൽ സ്റ്റാഫ് അതിന് വലിയൊരു പങ്ക് ഒരു ഗവൺമെൻറ്റിൻ്റെ എന്താ പറയുക പ്രസ്റ്റീജ് നിലനിർത്താൻ വലിയ പങ്കാണ് വഹിക്കാനുള്ളത്. അവർ ഒരു പരിധി വിട്ട് ഭരണരംഗത്ത് കടന്നാൽ അത് മന്ത്രിക്ക് ദോഷമാകും. അപ്പോൾ ഈ മുരളീധരൻ്റെ ആ വകുപ്പിൽ പഴയ മന്ത്രിയുടെ അവരോട് അലീജിയൻസുള്ള ഫെയ്ത്ത്ഫുൾ ആയിട്ടുള്ള ആളുകൾ ഇനിയും അവിടെ ഇവിടെയൊക്കെ ഉണ്ടോ എന്ന കാര്യം മുരളീധരൻ പരിശോധിക്കണം. ആ പരിശോധിച്ച് അവരെ കൂടെ ഒന്നുകിൽ വിശ്വാസത്തിലെടുക്കുക, അല്ലെങ്കിൽ അവരെ തൽസ്ഥാനത്ത് മാറ്റി യോഗ്യരായവരെ കണ്ടെത്തി അവരെ കൂടെ കൊണ്ടുപോവുകയാണെങ്കിൽ മുരളീധരൻ വിചാരിച്ചാൽ വളരെ നല്ലൊരു മന്ത്രിയായി ഒരു ഇമേജ് ഉണ്ടാക്കാൻ കഴിയുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. കാരണം വാക്കുകൾ വളരെ പക്വതയോടെയും സൂക്ഷിച്ചും ഉപയോഗിക്കുന്ന ഒരാളാണ്. അത് രാഷ്ട്രീയ പിന്നെ പ്രശ്നമായാലും ഭരണപരമായ പ്രശ്നമായാലും. പക്ഷേ ആ മുരളീധരനും അബദ്ധങ്ങൾ പറ്റുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം നേരത്തെ പറഞ്ഞ പോലെ അബദ്ധം പറ്റിയാൽ, അത് ബോധ്യപ്പെട്ടാൽ അബദ്ധമാണെന്ന് സമ്മതിക്കാനുള്ള ഒരു മാനസികാവസ്ഥ ഉള്ളത് തന്നെ അദ്ദേഹത്തിൻ്റെ വിജയം കണ്ടെത്തിലേക്ക് നീങ്ങാൻ അദ്ദേഹം തയ്യാറാണെന്ന് തെളിയിക്കുന്നതാണ്. ആ രീതിയിൽ മുരളീധരൻ വിജയിക്കാൻ കഴിയുന്ന വിചാരിക്കുന്നത്. കാരണം ഒരു വകുപ്പിന് ഇത്രയേറെ ജനശത്രുത വാങ്ങിയിട്ടുള്ളൊരു വകുപ്പ് ആരോഗ്യ വകുപ്പ് പോലെ ഇല്ല. ബാക്കിയാണ് വിദ്യാഭ്യാസ വകുപ്പും ഒട്ടും മോശമല്ല. വിദ്യാഭ്യാസ വകുപ്പും ആകെ കുത്തഴിഞ്ഞൊരു പുസ്തകം പോലെ. പിന്നെ സ്കൂൾ വിദ്യാഭ്യാസ സംബന്ധിച്ചൊരു പ്രത്യേകത, ആ സിസ്റ്റം വളരെ വെൽ എസ്റ്റാബ്ലിഷ്ഡാണ് കേരളത്തിൽ. അവിടുത്തെ ആ ഒരു സംവിധാനത്തിൽ മനഃപൂർവ്വം വിചാരിച്ചാൽ ആർക്കും തകർക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് സ്കൂൾ വിദ്യാഭ്യാസം വലിയ കുഴപ്പമില്ലാതെ കഴിഞ്ഞ ഗവൺമെൻറ്റിലും കുഴപ്പമുണ്ടായെന്ന് പറയാൻ പറ്റില്ല. ശിവൻകുട്ടിയെ പോലെ ഒരാൾ എക്സ്പീരിയൻസ്ഡ് അല്ല എങ്കിൽ കൂടി ശിവൻകുട്ടിക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാൻ കഴിഞ്ഞത് അദ്ദേഹം നല്ലൊരു സ്റ്റാഫിനെ കൂടെ നിർത്തി അവരുടെ പ്രവർത്തനങ്ങളിൽ അമിതമായി ഇടപെടാതെ കൊണ്ടാണ് ശിവൻകുട്ടിക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാൻ കഴിഞ്ഞത്. ശിവൻകുട്ടി എനിക്കറിയാവുന്ന ആളാണ്. പക്ഷേ പലപ്പോഴും ഈ തനിക്കുള്ള
ആ ഒരു കഴിവിനെ അമിതമായി കണ്ടുകൊണ്ട് ഉദ്യോഗസ്ഥന്മാരെ തഴഞ്ഞാൽ അവരും കഴിയുന്നത്ര തിരിച്ച് അവരുടെ സേഫ്റ്റി കണക്കിലെടുത്തുകൊണ്ട് തന്നെ മന്ത്രിയെ വെള്ളത്തിലാക്കാൻ നോക്കും. അതൊരു വ്യക്തിപരമായ ഒരാളുടെ ഇതിലാണ്. പക്ഷേ വളരെ ടാക്ട്ഫുള്ളായിട്ട് കാര്യങ്ങൾ കൊണ്ടുപോയാൽ വിദ്യാഭ്യാസ വകുപ്പും ആരോഗ്യ വകുപ്പുമാണ് ഏറ്റവും കൂടുതൽ ജനങ്ങളുടെ ശ്രദ്ധ ആകർഷിക്കുന്ന രണ്ട് വകുപ്പുകൾ. വോട്ട് കിട്ടാനും വോട്ട് നഷ്ടപ്പെടാനും നന്നായിട്ട് സാധ്യതയുള്ള ഒന്നാണ്. അത് ആ കണ്ണൂരിലെ റെയിൽവേ സ്റ്റേഷൻ നടത്തിയ ആ നാടകം തന്നെ മതിയല്ലോ ഏറ്റവും. അവിടെ നിന്നിട്ട് പിന്നെ ഈ ആംബുലൻസിൻ്റെ പ്രശ്നം പറഞ്ഞില്ലേ, ആ ഹോസ്പിറ്റലിൽ ഒന്നുമില്ല വാസ്തവത്തിൽ. കണ്ണൂർ പരിയാരം മെഡിക്കൽ കോളേജ്, അതിനൊരു മെഡിക്കൽ കോളേജിൻ്റെ ഒരു സ്റ്റാറ്റസ് പോലും ഇനിയും കിട്ടാൻ അർഹതയുണ്ടെന്ന് എനിക്കറിയില്ല. പലരും പറഞ്ഞു കേട്ടുള്ളത് അവിടെ പല സ്റ്റാഫും ഇല്ല എന്നാണ്, കോമ്പറ്റൻ്റ് ആയിട്ടുള്ള സ്റ്റാഫില്ലെന്നാണ്. എന്തെങ്കിലും ആവട്ടെ, ഒരു മെഡിക്കൽ കോളേജാണ്, അത് കുറേ പേർക്കെങ്കിലും പ്രയോജനം ചെയ്യുന്നുണ്ട്, അത് നിൽക്കട്ടെ, അതിന് ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കണം പുതിയ ആരോഗ്യവകുപ്പ് മന്ത്രി എന്നുകൂടി പുള്ളി ഏറ്റെടുക്കാവുന്നൊരു കാര്യമാണ്. ആ മെഡിക്കൽ കോളേജിൻ്റെ ഒരു ആംബുലൻസ് ഇല്ല എന്ന് പറഞ്ഞ് ഒന്ന് ആലോചിച്ച് നോക്കും. എയർ കണ്ടീഷൻഡ് ആംബുലൻസ് ഇല്ല. എന്നിട്ട് ആ പാവത്തിന് അത് അവിടെ കൈക്കൂലിയും അഴിമതി ആരോപണങ്ങളും ഒക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഇമ്മീഡിയറ്റ് ആക്ഷൻ എടുത്തു ഗവൺമെൻറ്, ഉടനെ സസ്പെൻഡ് ചെയ്തു. ഇയാൾ ഏത് യൂണിയനിൽപ്പെട്ട ആളാണെന്ന് എനിക്കറിയില്ല. ഏതായാലും ഏത് യൂണിയനിൽപ്പെട്ട ആളായാലും ആ ഉത്തരവാദിയാണെന്ന് ഗവൺമെൻറ്റിന് ബോധ്യപ്പെട്ട ഒരു ആധികാരികമായ റിപ്പോർട്ടിനടുത്ത് ബോധ്യപ്പെട്ട ആളെ സസ്പെൻഡ് ചെയ്തു. ജനങ്ങൾക്കത് മതി. ഈ ഒന്നും ചെയ്യാതിരിക്കുമ്പോഴാണ് ഗവൺമെൻറ്റിന് ഏറ്റവും കൂടുതൽ അബദ്ധം പറ്റി. അത് തെറ്റേറ്റ് പറഞ്ഞാൽ ജനങ്ങൾ ക്ഷമിക്കും. അതിനുള്ള പക്വതയൊക്കെ കേരളത്തിലെ വോട്ടർമാർക്കുണ്ട്. ബട്ട് ദേ കനോട്ട് ബി ടേക്കൺ ഫോർ ഗ്രാൻഡഡ്. അത് ഇനിയും ബോധ്യമാകാത്തത് ഇടതുമുന്നണി മാത്രമാണ്. അല്ല, രാഷ്ട്രീയ നേതാക്കൾക്ക് നാവുപിഴ സംഭവിക്കുന്നത് ആദ്യമല്ല. നമ്മൾ CPM-ലും കഴിഞ്ഞ മന്ത്രിസഭയിൽ പോലും, കഴിഞ്ഞ പിണറായി വിജയൻ സർക്കാരിന്റെ മന്ത്രിസഭയിൽ പോലും പലർക്കും നാവുപിഴ സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ ഏറ്റവും കൂടുതൽ UDF-ൽ ചർച്ച ചെയ്ത ഒരു നാവുപിഴ എന്ന് പറയുന്നത് തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റേതാണ്. അദ്ദേഹത്തെ സ്പീക്കർ ആക്കുന്ന സമയത്ത് പോലും വളരെയധികം ട്രോളുകൾ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് പണ്ട് പറ്റിയ നാവുപിഴകളെ പറ്റി. എന്നാൽ അതെല്ലാം മാറ്റിക്കൊണ്ട് സ്പീക്കർ ആയപ്പോൾ മറ്റൊരു തിരുവഞ്ചൂരിനെയല്ലേ നമ്മൾ കാണുന്നത്? തീർച്ചയായിട്ടും തിരുവഞ്ചൂരിനെ എനിക്ക് പേഴ്സണലായിട്ട് അറിയാം. ഒരു 2 മാസം മുമ്പ് കൂടി ഫോണിൽ ഞങ്ങൾ ബന്ധപ്പെടാറുണ്ട്. തിരുവഞ്ചൂർ വളരെ പക്വതയുടെ നേതാവാണ്. ആ പക്വതയുടെ നേതാവിനും അബദ്ധങ്ങൾ പറ്റാം. പക്ഷെ ആ അബദ്ധം പറ്റിയത് തിരുത്തി വളരെ നല്ലൊരു സ്പീക്കറായി മുമ്പോട്ട് പോവുകയാണ്. ഇത് ഭരണകക്ഷിയുടെ വിമർശനം പോലും ഏറ്റുവാങ്ങേണ്ടി വരുന്നുണ്ട് ചില ഘട്ടങ്ങളിൽ. ഞാനത് ശ്രദ്ധിക്കാറുണ്ട്. പക്ഷേ തിരുവഞ്ചൂരാണ് ശരി എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. കാരണം അതിപ്പോൾ ഷംസീർ നല്ലൊരു സ്പീക്കറായിരുന്നു എൻ്റെ അഭിപ്രായം. കാരണം അവിടെ ഭരണകക്ഷിയെന്നോ പ്രതിപക്ഷമൊന്നും നോക്കാതെയാണ് ഷംസീർ സ്പീക്കർ എന്നുള്ള ചുമതല നിർവഹിച്ചത്. അവിടെ അദ്ദേഹത്തിന് സീറ്റ് കിട്ടിയില്ല, വേറെ കാര്യം, അത് അവരുടെ രാഷ്ട്രീയമാണ്. പക്ഷേ നിഷ്പക്ഷമായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അപാരമായ കഴിവുണ്ട്, അവരുടെ എക്സ്പീരിയൻസും ഉണ്ട്. കാരണം യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാനായ കാലം മുതലേ എനിക്കറിയാം. ഞാനിന്ന് മഹാരാജ് കോളേജിൽ വർക്ക് ചെയ്യാണ്. ഞാൻ ഈ പ്രോഗ്രാം കമ്മിറ്റി ചെയർമാനായിരുന്നു. അന്ന് 101% ആ ഫങ്ഷൻ വിജയിപ്പിക്കുന്നതിന് സഹകരണം തന്ന ഒരാളാണ് തിരുവഞ്ചൂർ. യൂണിവേഴ്സിറ്റി യൂണിയൻ്റെ ചെയർമാൻ എന്നുള്ള നിലയ്ക്ക് ഒരു കാര്യത്തിലും നോ എന്ന് എന്നോട് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ആ യൂത്ത് ഫെസ്റ്റിവൽ അങ്ങേറ്റം വിജയിപ്പിക്കാനും കഴിഞ്ഞു. പിന്നീട് വന്നപ്പോൾ ഈ നേതാക്കന്മാരിലെല്ലാം പക്വത ക്രമേണ കുറഞ്ഞു വന്നു. അത് AK ആന്റണിയുടെ മാതിരിയല്ല മറ്റുള്ള പിന്നീട് വന്നതിന്. ആ ജനറേഷൻ മാറുമ്പോൾ അതനുസരിച്ചുള്ള ഇതുണ്ട്. പക്ഷേ ഈ ഒരു മാതൃക എന്ന രീതിയിൽ ഇവരെയൊക്കെ കാണാൻ നമ്മുടെ യങ്ങർ ജനറേഷൻ തയ്യാറാകുന്നില്ല. അതാണ്. അല്ല, സഭയിലൊക്കെ വെറുതെ നടക്കുമ്പോൾ സ്പീക്കർ എന്ന നിലയിൽ ഇങ്ങനെ കറങ്ങി നടക്കേണ്ട സ്ഥലമല്ല ഇത്. സഭയിൽ ഉറങ്ങുന്ന വിഷ്വൽ പുറത്തേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അകത്ത് മാധ്യമ പ്രവർത്തകരെ കയറ്റണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് എത്തുന്നതും സഭാ TVയിലൂടെ മാത്രം കാര്യങ്ങൾ പുറത്തേക്ക്, അല്ലെങ്കിൽ സഭാ TVയിലൂടെ മാത്രം സഭയ്ക്കകത്തുള്ള കാര്യങ്ങൾ മാധ്യമങ്ങൾക്ക് കിട്ടിയാൽ മതി എന്നൊരു നിലപാടെടുക്കുന്നത്. അതേ സഭയിൽ വെറുതെ നടക്കുമ്പോൾ ഇങ്ങനെ കറങ്ങി നടക്കാനുള്ള സ്ഥലമല്ല എന്നൊക്കെ പറഞ്ഞ ഒരു മാതൃകാപരമായ രീതിയിലല്ലേ തിരുവഞ്ചൂർ മുന്നോട്ട് പോകുന്നത്? തീർച്ചയായിട്ടും. കാരണം സഭയിൽ അറ്റൻഡ് ചെയ്യുന്നവർ സഭയിൽ നടപടിക്രമങ്ങളുമായി 100% യോജിച്ച് നിൽക്കണം. അല്ലാത്തവർ പുറത്ത് നിന്നാൽ മതി, അകത്ത് കയറി വരണ്ട. അല്ലെങ്കിൽ പിന്നെ അങ്ങനെ പ്രതിഷേധം ഉണ്ടാക്കാനുള്ള ഏതെങ്കിലും ഒരു സംഭവം ഉണ്ടാവണം. ഇപ്പോൾ
ലോക്സഭയിലും രാജ്യസഭയിലും നമുക്ക് ഡിസിപ്ലിൻഡ് ആകാൻ പറയാൻ പറ്റില്ല. കാരണം ചുമതലക്കാരായിട്ടുള്ളവർ ഇൻഡിസിപ്ലിൻഡ് ആകുമ്പോൾ സഭയിലെ അംഗങ്ങൾ എങ്ങനെ ഡിസിപ്ലിൻഡ് ആവാൻ കഴിയും? അവർ ഇൻഡിസിപ്ലിൻഡ് ആകും. അതാണ് ഈ ലോക്സഭയും രാജ്യസഭയും ഇങ്ങനെ കുളമായി മാറുന്നത്. ആ ഒരു സ്ഥിതി നിയമസഭയിൽ ഉണ്ടാകരുത്. പണ്ടുണ്ടായ കാര്യമൊക്കെ അറിയാമല്ലോ, അത് പറയാതിരിക്കാത്തത്. അതെല്ലാം പിന്നീട് മന്ത്രിമാരായി, അവരുടെ കാലാവധി കഴിഞ്ഞു, ജനങ്ങൾ തന്നെ അവരെ തള്ളി. എന്നാലെങ്കിലും പാഠം പഠിക്കുന്നില്ല എന്ന് വന്നാൽ എന്ത് ചെയ്യാൻ പറ്റും?